ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മഷ്റൂം വെജിറ്റബിൾ സമൂസയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് ഒന്ന് ഡിഫറെന്റ് ആയിട്ടാണ്, വേറെ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത്, മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് 200 ഗ്രാം. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ക്ലീൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാന്നുള്ള ആ ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ മണ്ണും പൊടിയും അതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും ക്ലീൻ ചെയ്താൽ. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒരു 1-2 സ്പൂൺ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കൈ വെച്ച് ഈ പൊടി എല്ലായിടത്തും പറ്റാൻ പാകത്തിന് ഇങ്ങനെ ഇത് ആക്കി കൊടുക്കുക കേട്ടോ മഷ്റൂമിൽ. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മളിതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് പൈപ്പിന്റെ ചുവടുള്ളത് കൊണ്ട് ഇത് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പൊ ഇതേ കണ്ടോ, നമ്മൾ ആ മണ്ണൊക്കെ നല്ല വൃത്തിയായിട്ട് കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, മഷ്റൂം നല്ല വൃത്തിയായി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പൊ ഇതേ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതേ കണ്ടോ, ഇതിന്റെ അകത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരിക്കുക. അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മഞ്ഞപ്പൊടി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പൊ ഇനി ഞാൻ ഈ കൂടുതൽ ഈ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 3-4 മിനിറ്റ് ഇതിനകത്ത് കിടക്കട്ടെ. അപ്പോൾ ഇത് പയ്യത് ഇങ്ങനെ മുക്കിയിടുക. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളത്തിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതിങ്ങനെ മുക്കി വെക്കുന്നത്. ഇപ്പൊ നമ്മൾ കൂണ് വേവിക്കാൻ വേണ്ടി കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതിനു വേണ്ടി ഞാനിപ്പോ 2 കപ്പ് മൈദയാണ് ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിപ്പോ ഒരു 1/4 സ്പൂണോളം ഉപ്പ് കേട്ടോ, അത് ഞാൻ ഇട്ട് കൊടുത്തു. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പാകത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പൊ ഇതേ നമ്മള് ചപ്പാത്തിയുടെ പാകത്തിന് കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ ഇതിന്റെ മേളിലൊന്ന് പയ്യെ തൂത്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മാവ് എന്താ പറയാ ഡ്രൈ ആയി പോകും. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു സവോള കണ്ടു തീരെ ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ സവോള ഇട്ട് കൊടുത്തു. ഇനി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, അത് ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇനി നമുക്കിതൊന്ന് പയ്യെ വഴറ്റണം. ഇപ്പൊ നമ്മുടെ സവോള എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം ഇല്ല കേട്ടോ, കാരണം ഞാൻ കൂണ് ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ ഇതിനകത്തേക്ക്. ഇപ്പം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്തേക്ക്. ഒരു 1/4 സ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും പൊടികളെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഇനി നമുക്കപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെയും ആ മുളക് പൊടിയുടെയും അതുപോലെ ആ ഗരം മസാലയുടെ ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിത് കണ്ടോ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂണാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളെപ്പോഴും കൂൺ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ 200 ഗ്രാം കൂൺ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്കിനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അധികം വെള്ളത്തിൽ വേവിക്കണ്ട കേട്ടോ, കാരണം കൂണിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ട് കേട്ടോ. നമ്മൾ എന്താക്കിയാലും പിന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ വെള്ളത്തിൽ കൂണിൻ്റെ സത്ത് മുഴുവൻ പോകും. നമ്മളത് എടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പം ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമുക്കതേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം, ഒരു നല്ല സ്മെല്ലിന് വേണ്ടി. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മഷ്റൂമിന്റെ കൂടെ ആ ഒരു എന്താ പറയാ ഫില്ലിങ്സ് ഒന്ന് കറക്റ്റ് ആവണമെങ്കിൽ കുറച്ച് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ നമ്മുടെ പൊട്ടറ്റോ നന്നായി വേവിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഒരു പൊട്ടറ്റോ ഉള്ളൂ. അപ്പോൾ ഈ പൊട്ടറ്റോ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ നമ്മളുടെ ഇതൊന്ന് ഇതാകാൻ വേണ്ടി പൊട്ടറ്റോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആണല്ലോ ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഫില്ലിങ്ങിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് വെച്ചിരിക്കുന്ന അതുണ്ടല്ലോ, ആ അതിനകത്തേക്ക് വെച്ച് ഫില്ല് ചെയ്ത് നമുക്കിത് റെഡി ആക്കിക്കൊണ്ട് വരാം. പിന്നെ നമുക്കിതാ ഇതുപോലെ ആ മൈദ എടുത്തിട്ട് ഫില്ലിങ്സ് വെക്കാനുള്ള ഷീറ്റ് റെഡിയാക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മൈദയുടെ ഇത് വെച്ചിട്ട് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ വെച്ചിട്ട് പരത്താൻ നേരത്തെ അത് ഇത് ഇട്ട് കൊടുക്കും, പലകയിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ചപ്പാത്തി പലകയിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൈദ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് എന്താ പറയുക ഇത് പരന്ന് വരാൻ ബുദ്ധിമുട്ടാവും. ഗോതമ്പിൻ്റെ പൊടിയോ അരിയുടെ പൊടിയോ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക്. അപ്പോൾ ഇതേ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പകുതി ഭാഗത്തുനിന്ന് താഴേക്ക് ഇതായത് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. ഇവിടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമുക്കിത് പതിയെ റോൾ ചെയ്തെടുക്കാം, പൊട്ടിപ്പോകാതെ. നമ്മുടെ അറ്റം ഭാഗം എത്താറായി. അതായി കഴിയുമ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ മൈദ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പയ്യെ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറേശ്ശെ തൂത്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പതിയെ സർക്കിൾ പോലെ ആക്കാം. ഉണ്ടോ, ഇവിടുത്തെ കൂടെ ഇങ്ങനെ വളച്ച് പതിയെ ഇങ്ങനെ കൊണ്ടുവന്ന് രണ്ടും കൂടി അരിഞ്ഞ് ഇത് ഒട്ടിക്കാൻ നേരത്തെ ഇവിടെ ഉണ്ട് ഈ ഭാഗം, ഈ തുമ്പ് ഭാഗത്ത് ഇതുപോലെ തന്നെ മൈദ ചേർത്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ അതങ്ങനെ ഒട്ടി. അപ്പോൾ ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കിട്ടണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ നമ്മളെല്ലാം അതേ ഷേപ്പിലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിപ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കില്ലേ, ആ ഒരു സമൂസ ഷീറ്റിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ സമൂസ ഷീറ്റ് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കണ്ടേന്നുള്ള ഒരു വീഡിയോ നമ്മളൊരു പനീർ സമൂസയുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി, അപ്പം മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഓരോന്നും ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് പയ്യെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. അതിൽ നമ്മൾ അധികം കനത്തിലല്ലല്ലോ ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. ഇനി നമുക്കിത് കോരി മാറ്റാം. കണ്ടോ, നമ്മൾ സാധാരണ ചെയ്യുന്ന സമൂസയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് അത്രേ ഉള്ളൂ. ഉണ്ടോ, വേറൊരു ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്നത് പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു കൂൺ വെച്ചിട്ടുള്ള സമൂസ എല്ലാവരും കണ്ടില്ല. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരോടും കൂടി ഒന്ന് പറയൂട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉള്ള കാര്യം. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ കേട്ടോ. അപ്പൊ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ റെസിപ്പീസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ ഇടുക. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.